എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതെന്ന്? ചില ബ്രാൻഡുകൾക്ക് മാത്രം നമ്മളെ ആകർഷിക്കാൻ എന്താണിത്ര കഴിവ്? ശരി, ഇന്ന് നമ്മൾ മാർക്കറ്റർമാരുടെ ആ സീക്രട്ട് പ്ലേബുക്ക് ഒന്ന് തുറന്നു നോക്കാൻ പോകുകയാണ്. നമ്മുടെ വാങ്ങൽ തീരുമാനങ്ങൾക്ക് പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു സാധനം മാത്രം വാങ്ങാനായിട്ട് കടയിൽ പോയിട്ട് അവസാനം ഒരു കവർ നിറയെ സാധനങ്ങളുമായിട്ട് തിരിച്ചു വന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? വെറുതെയല്ലാട്ടോ, ഇതൊരു യാദൃച്ഛികമായ സംഭവമേ അല്ല. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ സത്യം ഇതാണ്. നമ്മുടെ വാങ്ങൽ തീരുമാനങ്ങളിൽ ഏതാണ്ട് 95%, അതെ 95% നടക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. അതായത് നമ്മൾ ശരിക്കും ആലോചിച്ചൊരു തീരുമാനമെടുക്കുകയല്ല. വികാരങ്ങളും ശീലങ്ങളും ഒരുതരം ഇൻഡ്യൂഷനുമൊക്കെയാണ് നമ്മളെക്കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? സത്യം പറഞ്ഞാൽ അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സിലെ പണത്തിനു വേണ്ടി മത്സരിക്കുന്ന രണ്ട് തലച്ചോറുകൾ തമ്മിലുള്ള ഒരു കിടിലൻ പോരാട്ടം. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ രണ്ട് ടീമുണ്ട്. ഒന്നാമത്തെ ടീം ഇമോഷണൽ ബ്രെയിൻ. വികാരങ്ങളുടെ പുറത്ത് ചാടിക്കേറി തീരുമാനമെടുക്കുന്നത് ഈ ആളാണ്, യഥാർത്ഥ ഡിസിഷൻ മേക്കർ. ഇനി രണ്ടാമത്തെ ടീം റാഷണൽ ബ്രെയിൻ. ഇതിന്റെ പണി എന്താണെന്നറിയോ? ഇമോഷണൽ ബ്രെയിൻ എടുത്ത തീരുമാനങ്ങളെ ന്യായീകരിക്കുക. അതായത് ആ ഷൂസ് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു, വാങ്ങി എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രെയിൻ. അത് നല്ല ക്വാളിറ്റിയുമുണ്ട്, ഓഫറുമുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയത് നന്നായി എന്ന് ന്യായീകരിക്കുന്നത് റാഷണൽ ബ്രെയിൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വികാരം കൊണ്ട് വാങ്ങും, യുക്തി കൊണ്ട് അതിനെ ശരിവയ്ക്കും. അത്രയുള്ളൂ. ഇനി നമുക്ക് മാർക്കറ്റർമാരുടെ ആ പ്ലേബുക്കിലെ ചില പ്രധാന തന്ത്രങ്ങളിലേക്ക് കിടക്കാം. ഇത് വെറും തന്ത്രങ്ങളല്ല. ലോകപ്രശസ്ത സൈക്കോളജിസ്റ്റായ ഡോക്ടർ റോബർട്ട് സിയാൽഡീനി കണ്ടെത്തിയ ആളുകളെ സ്വാധീനിക്കാനുള്ള 6 തത്വങ്ങളാണ്. ഇത് നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. റെഡിയല്ലേ? ഒന്നാമത്തേത് റെസിപ്രോസിറ്റി. സിമ്പിളായി പറഞ്ഞാൽ പ്രത്യുപകാരം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയി തന്നാൽ അവർക്കെന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവുമല്ലേ? അതൊരു കടപ്പാട് പോലെയാണ് നമ്മുടെ തലച്ചോറ് കാണുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ഫ്രീ സാമ്പിൾ തരുമ്പോൾ നമ്മളത് കഴിച്ചിട്ട് വെറുതെ പോരാൻ ഒരു മടി തോന്നാറില്ലേ? അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയി ഒരു ഗൈഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് സംഭവം. നമുക്ക് സൗജന്യമായി എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ബ്രാൻഡിനോടൊരു കടപ്പാടുള്ളവരായി മാറും. അതൊരു ചെറിയ തുടക്കം മാത്രമാണ്. രണ്ടാമത്തതാണ് കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ ഒരു ചെറിയ കാര്യത്തിന് യെസ് പറഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കും. അതൊരു വലിയ കാര്യത്തിന് യെസ് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കും. കാരണം നമ്മളെടുത്ത തീരുമാനത്തിൽ സ്ഥിരത കാണിക്കാൻ നമ്മുടെ മനസ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ബ്രാൻഡുകൾ ഇതെങ്ങനെയാ ഉപയോഗിക്കുന്നതെന്നോ? ആദ്യം നിങ്ങളോട് ഒരു പോസ്റ്റിന് ലൈക്ക് അടിക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ന്യൂസ് ലെറ്ററിന് സൈൻ അപ്പ് ചെയ്യാൻ പറയും. ഇതൊരു ചെറിയ യെസ്സാണ്. ഈ ചെറിയ പ്രതിബദ്ധതകളിലൂടെ അവർ പതുക്കെ നിങ്ങളെ ഒരു വലിയ വാങ്ങലിലേക്ക് എത്തിക്കും. അതൊരു ചവിട്ടുപടി പോലെയാണ്. മൂന്നാമത്തെ തത്വം സോഷ്യൽ പ്രൂഫ്. സിമ്പിളാണ്. ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യുന്നുവോ അത് തന്നെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി. ഒരു കൂട്ടം എങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നത് സേഫാണെന്ന് നമ്മുടെ തലച്ചോറിനറിയാം. ഭൂരിപക്ഷം ശരിയായിരിക്കുമെന്നൊരു വിശ്വാസം. ഓൺലൈനിൽ ഒരു സാധനം വാങ്ങുന്നതിനു മുമ്പ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? റിവ്യൂസ് അല്ലേ? ആയിരക്കണക്കിന് ആളുകൾ ഒരു പ്രൊഡക്റ്റിന് 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഹാ കൊള്ളാം, അപ്പോൾ ഇത് നല്ലതായിരിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കും. ഇതാണ് സോഷ്യൽ പ്രൂഫിന്റെ ശക്തി. നാലാമത്തെ പോയിന്റ് അതോറിറ്റി. ഒരു വിഷയത്തിൽ അറിവുള്ള ആൾക്കാർ, അതായത് എക്സ്പേർട്സ് പറയുന്നത് നമ്മൾ വേഗം വിശ്വസിക്കും. ഒരു ഡോക്ടറോ സയന്റിസ്റ്റോ ഒരു കാര്യം പറഞ്ഞാൽ അതിന് കൂടുതൽ വെയിറ്റ് ഉണ്ടാകും, അല്ലേ? കാരണം അത് കേൾക്കുന്നത് നമ്മുടെ ജോലി എളുപ്പമാക്കും. അതുകൊണ്ടാണ് ടൂത്ത്പേസ്റ്റിന്റെ പരസ്യത്തിൽ ഒരു ഡോക്ടർ വന്ന് ഈ പേസ്റ്റ് നല്ലതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളുമൊക്കെ എടുത്തു കാണിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ആ ഉൽപ്പന്നത്തിൽ നമുക്കൊരു പ്രത്യേക വിശ്വാസം വരും. അഞ്ചാമത്തത് ലൈക്കിംഗ്, അതായത് ഇഷ്ടം. നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ വേഗം കേൾക്കും. അവർക്ക് നല്ലതാണെങ്കിൽ നമുക്കും നല്ലതായിരിക്കുമെന്ന് തോന്നും. ഇത് ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ബ്രാൻഡുകളുടെ കാര്യത്തിലും ശരിയാണ്. ബ്രാൻഡുകൾക്കിത് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ രസകരമായ പരസ്യങ്ങളുണ്ടാക്കുന്നതും നമ്മളോട് ഒരു സുഹൃത്തിനോടെന്ന പോലെ സംസാരിക്കുന്നതും. നമുക്കിഷ്ടം തോന്നുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക താൽപ്പര്യമുണ്ടാകും. ആറാമത്തെയും ഒരുപക്ഷേ ഏറ്റവും പവർഫുള്ളുമായ തത്വം സ്കേർസിറ്റി, അതായത് ദൗർലഭ്യം. ഒരു സാധനം തീരാറായി അല്ലെങ്കിൽ ഓഫർ ഇപ്പം കഴിയും എന്നൊക്കെ കേട്ടാൽ അത് സ്വന്തമാക്കാനുള്ള നമ്മുടെ ആഗ്രഹം കൂടും. നഷ്ടപ്പെടുമോ എന്നൊരു പേടി, അതായത് ഫോമോ, നമ്മളെക്കൊണ്ട് വേഗം തീരുമാനമെടുപ്പിക്കും. ലിമിറ്റഡ് ടൈം ഓഫർ, സ്റ്റോക്കിൽ 2 മാത്രം ബാക്കി എന്നൊക്കെ കാണാറില്ലേ?
അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ടിക് ടിക് എന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന കൗണ്ട്ഡൗൺ ടൈമറുകൾ. ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ നമ്മൾ പെട്ടെന്ന് വാങ്ങും. അതാണ് ലക്ഷ്യം. ഇനി തലച്ചോറിന്റെ ചില കുറുക്കുവഴികൾ നോക്കാം. തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാൻ നമ്മുടെ ബ്രെയിൻ ചില ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കും. ഇതിനെയാണ് കോഗ്നിറ്റീവ് ബയസുകൾ എന്ന് പറയുന്നത്. മാർക്കറ്റർമാർക്ക് ഈ ഷോർട്ട് കട്ടുകളെക്കുറിച്ച് നല്ലോണം അറിയാം. അവരത് മുതലെടുക്കുകയും ചെയ്യും. ആദ്യത്തേത് ആങ്കറിംഗ് എഫക്റ്റ്. പേര് പോലെ തന്നെ നമ്മൾ ആദ്യം കാണുന്ന വില നമ്മുടെ മനസ്സിലൊരു നങ്കൂരം പോലെ ഉറച്ചുപോകും. ബാക്കിയുള്ള എല്ലാ വിലകളെയും നമ്മൾ അതുമായിട്ടായിരിക്കും താരതമ്യം ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു ഷർട്ടിന് മുമ്പ് $199 ആയിരുന്നു എന്ന് കാണിക്കുന്നു. ആ വില നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ വെറും $99 എന്ന് കാണിക്കുമ്പോൾ കൊള്ളാലോ, വലിയ ലാഭമാണല്ലോ എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും ആ ആദ്യത്തെ കൂടിയ വിലയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ആ ആദ്യത്തെ വിലയാണ് ഇവിടുത്തെ താരം. അടുത്തത് ഒരു രക്ഷയില്ലാത്ത തന്ത്രമാണ് ഡീകായ് ഇഫക്റ്റ്, ഒരു കെണി. ഈ പ്രൈസിംഗ് ടേബിൾ ഒന്ന് നോക്കിയേ. 3 പ്ലാനുകൾ. ബേസിക് $10, പ്രോ $20, പിന്നെ ഒരു എന്റർപ്രൈസ് $19. ഇവിടെ ഈ $19 പ്ലാനാണ് ഡീകോയ് അഥവാ കെണി. പ്രോ പ്ലാനിനേക്കാൾ $1 കുറവേയുള്ളൂ, പക്ഷേ ഫീച്ചറുകൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കും? ഹേ, വെറും $1 കൂടി കൊടുത്താൽ കൂടുതൽ ഫീച്ചറുകളുള്ള മോസ്റ്റ് പോപ്പുലർ എന്നെഴുതി വെച്ച പ്രോ പ്ലാൻ കിട്ടുമല്ലോ എന്ന്. കണ്ടോ, ആ $19 പ്ലാൻ വെച്ചത് തന്നെ $20 പ്രോ പ്ലാൻ ഏറ്റവും നല്ല ഡീലാണെന്ന് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കാനാണ്. ക്ലെവർ, റൈറ്റ്? പക്ഷേ ഈ പറഞ്ഞ തന്ത്രങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എല്ലാത്തിനും മുകളിൽ ഒരു കാര്യമുണ്ട്. അതാണ് വിശ്വാസം. ഒരു കസ്റ്റമറുടെ വിശ്വാസം നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. വിശ്വാസത്തിന് ഒരു സമവാക്യമുണ്ട്. വിശ്വാസ്യത, ആശ്രയിക്കാൻ പറ്റുന്നത്, പിന്നെ വ്യക്തിപരമായ അടുപ്പം. ഈ 3ഉം കൂടുമ്പോൾ വിശ്വാസം കൂടും. പക്ഷേ ഈ മൊത്തം തുകയെ ഒരു സാധനം കൊണ്ട് ഹരിക്കണം: സ്വാർത്ഥത. അതായത് ഒരു ബ്രാൻഡിന്റെ സ്വാർത്ഥ താൽപ്പര്യം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം വിശ്വാസം കുറയും. സിമ്പിളായി പറഞ്ഞാൽ, ലാഭം മാത്രം നോക്കാതെ കസ്റ്റമറെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമുണ്ടാവുന്നത്. അപ്പോ മാർക്കറ്റിംഗ് പ്ലേബുക്കിലെ ചില പ്രധാന രഹസ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. ഈ അറിവ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ സാധനങ്ങൾ വാങ്ങുന്ന ഒരു സ്മാർട്ട് കൺസ്യൂമർ ആകുമോ? അതോ ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു മികച്ച മാർക്കറ്റർ ആകുമോ? തീരുമാനം നിങ്ങളുടേതാണ്.